എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ IPL സംബന്ധിച്ച രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട IPL ഫ്രാഞ്ചൈസികളുടെ പേര് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. സോ ആദ്യത്തെ അപ്ഡേറ്റ് RCBയെ സംബന്ധിച്ചുള്ളതാണ്. നമുക്കറിയാം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാർച്ച് 22 ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് ബാംഗ്ലൂരിൻ്റെ ആദ്യത്തെ പോരാട്ടം. സീസൺ ഓപ്പണറാണ്. സോ ചെന്നൈ നേരത്തെ തന്നെ തങ്ങളുടെ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാർച്ച് 3 CSK തങ്ങളുടെ ക്യാമ്പ് തുടങ്ങുകയും കഴിഞ്ഞ ആഴ്ചയോടുകൂടി അവരുടെ ക്യാപ്റ്റൻ ധോണി ക്യാമ്പിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം RCB തങ്ങളുടെ ക്യാമ്പിലേക്ക് കടക്കുന്നു. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് മാർച്ച് 11 RCB തങ്ങളുടെ ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഇനി രണ്ടാമത് മറ്റൊരു IPL ഒരു സ്റ്റാറ്റിൻ്റെ വീഡിയോ ആണ്. നമുക്കറിയാം, IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച ടീമുകൾ ഏതൊക്കെ, ടോപ്പ് 10 വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചൊരു ഫ്രാഞ്ചൈസിയാണ് മുംബൈ ഇന്ത്യൻസ്. 247 പോരാട്ടങ്ങളാണ് IPLൽ ഇതുവരെ മുംബൈ മാറ്റുരച്ചത്. അതിൽ 138 വിജയിക്കാൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. 5 കിരീടങ്ങളും MI ഫ്രാഞ്ചൈസി ഇതുവരെ IPLൽ ഉയർത്തിയിട്ടുണ്ട്. ഇത്തവണ തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യമിട്ടാണ് CSKക്കൊപ്പം മുംബൈ IPLനെ വരവേൽക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ധോണി നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 225 മത്സരങ്ങളാണ് IPL CSK കളിച്ചിട്ടുള്ളത്. 131 മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. മുംബൈ പോലെ തന്നെ 5 IPL കിരീടങ്ങളും CSK ഉയർത്തിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 237 മത്സരങ്ങളുടെ പരിചയ സമ്പത്തുണ്ട് അവർക്ക് IPLൽ. 119 മത്സരങ്ങൾ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2 തവണ IPL കിരീടങ്ങളും ഉയർത്തിയിട്ടുണ്ട്. നാലാം സ്ഥാനത്ത് RCB ആണ്. 241 മത്സരങ്ങൾ IPLൽ RCB കളിച്ചിട്ടുണ്ട്. കിരീടങ്ങളൊന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 114 മത്സരങ്ങൾ IPL ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 238 മത്സരങ്ങളിൽ നിന്ന് 105 തവണ അവർ വിജയിച്ചിട്ടുണ്ട്. ആറാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് 232 മത്സരങ്ങൾ, 104 വിജയം. ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ്. IPLൻ്റെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ്. ഷെയ്ൻ വോർൺ ഇതിഹാസത്തിൻ്റെ കീഴിൽ ആദ്യമായി തങ്ങളുടെ IPL കിരീടം ഉയർത്തിയ രാജസ്ഥാൻ റോയൽസ് 206 മത്സരങ്ങളാണ് IPLൽ കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2 വർഷം ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു രാജസ്ഥാനും. അതോടൊപ്പം തന്നെ CSKയ്ക്ക് വിലക്ക് നേരിട്ടുണ്ടായിരുന്നു, ബാൻ ഉണ്ടായിരുന്നു. 206 മത്സരങ്ങളാണ് RR കളിച്ചിട്ടുള്ളത്. 101 മത്സരങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട്, 1 കിരീടവും നേടിയിട്ടുണ്ട്. പിന്നീടുള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. 166 മത്സരങ്ങളാണ് ഹൈദരാബാദ് IPL പൂർത്തിയാക്കിയിട്ടുള്ളത്. 78 അവർ വിജയിച്ചിട്ടുള്ളത്. ഒരു തവണ അവർക്ക് IPL കിരീടം ഉയർത്താനും സാധിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. നമുക്കറിയാം, 2022 ഗുജറാത്തും ലക്നൗ IPLലേക്ക് പുതുതായി എത്തിയത്. പ്രഥമ സീസണിൽ തന്നെ അവർക്ക് കിരീടം നേടാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ഹാർദിക് പാണ്ഡ്യ ഇല്ലാതെ ശുഭ്മാൻ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഗുജറാത്ത് IPLലേക്ക് എത്തുന്നത്. 33 മത്സരങ്ങൾ കളിച്ചപ്പോൾ 23 അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവസാന സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ്. 30 മത്സരങ്ങൾ, 17 വിജയങ്ങൾ. സോ ഇതാണ് IPL ചരിത്രത്തിലെ ഓരോ ടീമുകളുടെയും മത്സരങ്ങളുടെ എണ്ണവും അതോടൊപ്പം തന്നെ അവർ വിജയിച്ച മത്സരങ്ങളുടെ എണ്ണവും. സോ ഇതൊക്കെ പഴങ്കഥകളാക്കിക്കൊണ്ടാണ് പുതിയ IPL. ഇതൊക്കെ പഴയ റെക്കോർഡുകളാണ്, ഇനി തകർക്കാനുള്ള റെക്കോർഡുകളാണ് വരാൻ പോകുന്നത്. കാത്തിരിക്കാം. പുതിയ IPLിലെ ആവേശം ഒട്ടും ചോരാതെ വരട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.